കൃഷിക്ക് ഏറ്റവും ഉത്തമമായ തിരുവാതിര ഞാറ്റുവേല കാലഘട്ടത്തിൽ കർഷകർക്ക് നടീൽ വസ്തുക്കളുടെ ലഭ്യതയും കാർഷിക അവബോധവും ഉറപ്പാക്കാൻ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിക്കുന്നു. 2026 ജൂലൈ 3, 4, 5 വെള്ളി, ശനി, ഞായർ മഹാത്മാ സ്ക്വയർ മണ്ണുത്തിയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ജൂലൈ 3 രാവിലെ 10:30 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യ രാജേഷ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഒല്ലൂർ MLA അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. തൈ വിതരണം നിർവഹിക്കും. വിശിഷ്ടാതിഥികളായി മാടക്കത്ര, നടത്തറ, പാണഞ്ചേരി, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, തൃശൂർ കോർപ്പറേഷൻ ഡിവിഷൻ മെമ്പർ തുടങ്ങിയവർ പങ്കെടുത്തു. നല്ല ഇനം തൈകളുടെ പ്രദർശന വിൽപ്പനയും വിതരണവും, കൃഷി വകുപ്പ് പദ്ധതികളെക്കുറിച്ചുള്ള പരിശീലന ക്ലാസുകളും സംശയ നിവാരണവും, അഗ്രി ക്ലിനിക്ക്, കുടുംബശ്രീ, കർഷക ഉൽപ്പന്ന വിപണി, ബാങ്ക് സഹായ അവബോധം, ഉപകരണ പ്രദർശനം എന്നിവ ഉണ്ടായിരിക്കും. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രമ്യ VM പദ്ധതി വിശദീകരണം നടത്തും. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ലൗലി PR നന്ദിയും പറഞ്ഞു. കർഷകർക്കും കൃഷിയോട് താൽപ്പര്യമുള്ള എല്ലാവർക്കും പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് സംഘാടകർ അറിയിച്ചു. കേരള ടൈംസ് മീഡിയ. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരെ, നടത്തറ പ്രസിഡന്റ് ശ്രീ ജോടക്കത്ര, വൈസ് പ്രസിഡന്റ് സുകന്യ, വൈസ് പാർട്ടി പ്രതിനിധികൾ, എല്ലാവർക്കും നമസ്കാരം. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഞാറ്റുവേലയുടെ പ്രസക്തി നമുക്ക് എല്ലാവർക്കും അറിയാം. ഭൂമിയിൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സമയം എന്നാണ്. അതായത് സൂര്യരശ്മികൾ ഭൂമിയിൽ എത്തുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സമയം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരം സമയങ്ങളിൽ നടേണ്ട കൃഷിരീതികൾ, നടേണ്ട തൈകൾ, അവയുടെ മറ്റു പ്രശ്നങ്ങൾ, അവയെ സംബന്ധിക്കുന്ന സംശയങ്ങൾ, അങ്ങനെയെല്ലാം നമുക്ക് ഈ ഞാറ്റുവേല ചന്തയുടെ 3 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിലായി നമുക്ക് സംശയ നിവാരണത്തിന് കർഷകർക്കുള്ള ഒരു അവസരമുണ്ട്. MLA കുട്ടികളോട് ഒന്നും അറിയില്ല ഞാറ്റുവേല എന്താണെന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കർഷക സഭകൾ നന്നായി ചേർന്ന് ഇവിടെ വിളിച്ചു ചേർത്ത് പുതിയ കാലഘട്ടത്തിൽ അപ്പോൾ ഈ ചർച്ചാ സമിതിയുടെ ഉപാധ്യക്ഷൻ, അതുപോലെ നേതാക്കളായിട്ടുള്ള സുന്ദർരാജൻ, ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് തിരുവാതിര ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിനകത്ത് മണ്ണിനെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യനും മണ്ണിനോട് നീതി കാണിക്കുന്ന ഒരു സമയമാണ്. പുതിയ ചെടികൾ നട്ടും വളരെ സസ്യാപമാർന്ന ഒരന്തരീക്ഷം പ്രകൃതിക്കകത്തൊരുക്കിയും കാലഘട്ടത്തിനോട് നീതി പുലർത്തുക എന്ന വലിയ ചുമതല നമുക്ക് നിർവഹിക്കാനുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം നാടിനെയാകെ പേടിപ്പിക്കുന്നൊരു ഘട്ടമാണിത്. ഞാറ്റുവേലകൾക്കോ മാസങ്ങൾക്കോ ഏതെങ്കിലും വിധത്തിൽ പ്രാധാന്യമില്ലാത്തതുപോലെ മലയാള വർഷങ്ങളുടെ കണക്ക് തന്നെ തെറ്റിച്ചുകൊണ്ട് അതിഭീകരമായിട്ടുള്ള പ്രകൃതി അന്തരീക്ഷത്തിലെ വ്യതിയാനങ്ങൾ നമ്മളെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഏറ്റവും നല്ല മറുപടി പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രകൃതിയോട് ഒത്തിണങ്ങി ജീവിക്കുക.
മനുഷ്യനും പ്രകൃതിയും കേന്ദ്രബിന്ദുവാകുന്ന സുസ്ഥിരമായിട്ടുള്ള വികസനത്തെക്കുറിച്ച് മാത്രം നാം ചിന്തിക്കുക, ചർച്ച ചെയ്യുക. അതിനേക്കാൾ അപ്പുറത്തെല്ലാം ദീർഘകാലയളവിനകത്തൊരു സമൂഹത്തെ ബാധിക്കുന്ന വിധത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും എന്ന് തിരിച്ചറിയുക. കൊല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വളരെ കൃത്യമായി വിധത്തിൽ ഈ ഞാറ്റുവേല ചന്ത മഹാത്മാ സ്ക്വയറിൽ സംഘടിപ്പിക്കുമ്പോൾ ഞാറ്റുവേലയുടെ ഒരു സംസ്കാരത്തെ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്ന വലിയ ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നത് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ നിയോജക മണ്ഡലം ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒല്ലൂർ കൃഷി സമൃദ്ധി എന്ന വിപുലമായിട്ടുള്ളൊരു ക്യാമ്പയിന് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ്. നേരത്തെ തന്നെ കേരളത്തിലെ ഏറ്റവും നല്ല ജൈവ മണ്ഡലത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നേടാൻ കഴിഞ്ഞൊരു മണ്ഡലം എന്ന നിലയിൽ അതിൻ്റെ ഭാഗമായി ലഭിച്ച സമ്മാനത്തുകയായിട്ടുള്ള 10 ലക്ഷം രൂപ മൂലധനമായി മുടക്കിക്കൊണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിനകത്ത് വ്യാപകമായി ആരംഭിച്ച 49 കൃഷിക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒല്ലൂർ സമൃദ്ധി നാം വീണ്ടും അതിനെ വർദ്ധിത പ്രതാപത്തോടു കൂടി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഒല്ലൂർ ബ്ലോക്കിൻ്റെയും ഒല്ലൂർ നിയോജക മണ്ഡലത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കേരളത്തിലെ കൃഷി ശാസ്ത്രജ്ഞന്മാർക്കും കൃഷിക്കാർക്കും ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യയും പുതിയ വിത്തുകളുമൊക്കെ സമ്മാനിക്കുന്ന കാർഷിക സർവകലാശാല എന്ന കേരളത്തിൻ്റെ അഭിമാനം നിലനിൽക്കുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഈ നിയോജക മണ്ഡലത്തിൻ്റെയും ഭാഗമായിട്ടാണ്. സ്വാഭാവികമായിട്ടും ഒല്ലൂരിൻ്റെ കൃഷി സമൃദ്ധിയും ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തും യൂണിവേഴ്സിറ്റിയും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് കാർഷിക മേഖലകളിലെ നവനവങ്ങളായിട്ടുള്ള ആശയങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനും പ്രാദേശികമായിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ചെറു യൂണിറ്റുകളെ സജ്ജമാക്കാനും കർഷകരുടെ വിളയ്ക്ക് കൃത്യമായ വില നൽകാനും കഴിയുന്ന വിധത്തിലുള്ള പരിപാടികൾ കുറെ കൂടി ആസൂത്രിതമായി നമ്മൾ